മഞ്ഞ് പുതച്ച വയനാടൻ മലനിരകളുടെ താഴ്വരയിൽ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ പശ്ചിമഘട്ട മനോഹാരിതയിൽ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കായി ഒരു ആരോഗ്യ കേന്ദ്രം. ടൈഗ്രിസ് വാലി വെൽനസ് സെന്റർ. വിശാലമായ ഉദ്യാനവും വെള്ളക്കെട്ടും ഫ്രൂട്ട്സ് ഗാർഡനും കൊണ്ട് ചുറ്റപ്പെട്ട ടൈഗ്രിസ് വാലിയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ടൈഗ്രിസ് വാലി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടുള്ള മർക്കസ് നോളജ് സിറ്റിയിലാണ് കേട്ടോ. നിങ്ങൾ വയനാട്ടിലേക്കോ ഊട്ടിയിലേക്കോ പോകുന്ന വഴി ഇവിടെ ഇറങ്ങി സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടൈഗ്രിസ് വാലിക്കുള്ളിലെ കാഴ്ചകളിലേക്ക് കിടക്കാം. ടൈഗ്രിസ് വാലി മൊത്തത്തിൽ 7 ഏക്കറിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ വയനാട് ചുരത്തിലൂടെ വാഹനങ്ങൾ പോകുന്ന കാഴ്ചകളും നമുക്ക് കാണാം കേട്ടോ. ഇത് സ്റ്റീം ബാത്ത് ആണ് കേട്ടോ. 8 പേർക്ക് വരെ ഒരുമിച്ചിരുന്ന് സ്റ്റീം ബാത്ത് ചെയ്യാനുള്ള സൗകര്യമാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കിഴി തെറാപ്പിയുടെ ഒരു ഡെമോ വെച്ചതാണ് കേട്ടോ ഇവിടെ. അടുത്തത് സാൻഡൽ ബാത്ത് ആണ് കേട്ടോ. ഇവിടെയുള്ള ബെഡും കാര്യങ്ങളുമെല്ലാം ഇന്തോനേഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഒറിജിനൽ മരങ്ങളാണ്. മാത്രമല്ല ഇവിടെയുള്ള ചിത്രങ്ങളെല്ലാം ഒറിജിനാലിറ്റി തോന്നിപ്പിക്കാനായിട്ട് വരച്ചതാണ് കേട്ടോ. ഗ്രൗണ്ട് വരെ ഏതൊക്കെ ചിത്രം കാണുന്നതൊക്കെ വരച്ചതാണ്. ഒക്കെ ഒറിജിനാലിറ്റി കൊടുക്കാനുള്ളതാണ്. ഇതും പിന്നെ ഈ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒറിജിനൽ മരമാണ്. അത് ഇന്തോനേഷ്യൻ ഫുഡാണ്. ഇതൊക്കെ ഇന്തോനേഷ്യൻ ഇമ്പോർട്ടൻ്റ്. സൗണ്ട് സിസ്റ്റം ഉണ്ട് കേട്ടോ. സൗണ്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ആർഗനൈസ്ഡ് ആയതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും അറബിക് മ്യൂസിക്കോ അല്ലെങ്കിൽ ഖുറാനൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ചെറിയ ഹീലിംഗ് മ്യൂസിക് വരും.
അതിൽ തന്നെ ബോഡി ആൻഡ് മൈൻഡ് കംപ്ലീറ്റ് റിലാക്സ് കിട്ടും. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ ഈ സൗണ്ട് അല്ലേ, ഇതിങ്ങനെ അടിച്ചിട്ട് ചെയ്യണ്ടു. അപ്പൊ മാക്സിമം അവരുടെ ബോഡി അതുപോലെ മൈൻഡിൽ റിലാക്സ് ആവും. എന്നിട്ട് ഈക്വൽ പ്രഷറിൽ 2 പേര് എന്നിട്ടാണ് മസാജ് ചെയ്യും. ടൈഗർ സ്പെഷ്യൽ ടെസ്റ്റ് മസാജ് ഉണ്ട്, അത് 2 പേര് അറ്റ് എ ടൈം. ആ സമയത്ത് 2 ബോഡിയുടെ ഈക്വൽ പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ മാക്സിമം ബോഡി റിലാക്സ് കിട്ടും, റിലീഫും റിലാക്സും കിട്ടും. അപ്പോൾ അത് എന്തിനാണ് 2 പേര് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റി കൊടുക്കാനാണ് നമ്മുടെ ഒരു ഉദ്ദേശം. നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ ആയുർവേദ ചികിത്സ ആണ്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് 5 സ്റ്റാർ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ നമുക്ക് ടൈസാലിൽ നമുക്ക് 5 സ്റ്റാർ ഹോട്ടലാണെന്ന് വെച്ചാൽ അങ്ങനെയും പറയാം, റിസോർട്ടാണെന്ന് വെച്ചാൽ അങ്ങനെയും പറയാം, ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ അതും പറയാം. പിന്നെ നോമ്പിന്റെ സമയത്താണ് ഇപ്പോൾ GCC കൺട്രീസ് ആയതുകൊണ്ട് അവർ കുറച്ച് നാട്ടിലേക്ക് പോകും. ആ സമയത്ത് അത്ര തരുന്നുണ്ട്, ബാക്കിയുള്ള ഓൾമോസ്റ്റ്. പിന്നെ ജൂൺ ജൂലൈ മഴക്കാല സീസണിലൊക്കെ ഇവിടെ റൂം തികയായിട്ട് നമ്മൾ എടുക്കണം നമ്മുടെ ഹോട്ടൽസ്. അതെ, 5 സ്റ്റാർ ഫെസിലിറ്റിയിലെ ഒരു ആയുർവേദ ചികിത്സ. ഇവിടം 5 സ്റ്റാർ ഹോട്ടലാണോ എന്ന് ചോദിച്ചാൽ അത് പറയാം, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോസ്പിറ്റലാണോ അതും പറയാം, അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ റിസോർട്ടാണോ അങ്ങനെയും പറയാം. അടുത്തതാണ് ജാക്കുസി. ഇത് പറഞ്ഞ പോലെ ബോഡി ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ളതാണ്. ഒരു ഹോട്ട് വാട്ടർ മസാജ്. ശരീരത്തിലുള്ള കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ മാറ്റാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ ചെയ്യുന്നത്. ഓരോരുത്തരുടെ ബോഡിക്കും ഹെൽത്ത് കണ്ടീഷനും അനുസരിച്ച് എല്ലാം ചേഞ്ച് ചെയ്യും. ഒരു കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. മീറ്റിംഗ് റൂം, ലൈബ്രറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡെന്റൽ ക്ലിനിക് വരുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ടിൽ നമുക്ക് ഫാർമസി, ഡോക്ടേഴ്സ് റൂം, കാശ്മീരി ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. പിന്നെ വിസിറ്റിംഗ് ഏരിയ, TV ഉള്ള ഏരിയ, വിസിറ്റിംഗ് ഏരിയ, PR ഡിപ്പാർട്ട്മെന്റ്, അക്യുപഞ്ചർ, അതൊക്കെ ഗ്രൗണ്ടിൽ വരുന്നത്. ഇത്രയാണ് മെയിൻ. ഇനി കാണാനിപ്പോൾ ട്രീറ്റ്മെന്റ്സ് ആണ്. റൂംസിൽ ഇപ്പോൾ കാണുന്നപ്പോൾ അവൈലബിൾ അല്ല. ഇനിയിപ്പോൾ പിന്നെ ഉള്ളത് സ്വിമ്മിംഗ് പൂളാണ്. അതിപ്പോൾ വർക്ക് എടുക്കുന്നുണ്ട്, അങ്ങോട്ട് ഫുള്ള് പൊടിയൊക്കെ എടുക്കാമ്പോൾ അതും ഇപ്പോൾ അവൈലബിൾ അല്ല, നിലവിൽ അവൈലബിൾ ആണ്. ഒരാഴ്ച ചിലപ്പോൾ റൂമൊക്കെ ജസ്റ്റ് വീഡിയോ കൂടി ജസ്റ്റ് ഞാൻ വീഡിയോ കൂടി കാണിച്ചത്. ആ വീഡിയോ കാണിക്കുന്ന സമയത്ത് ഏകദേശം ഇതിൽ റൂമിൻ്റെ ഒക്കെ റെഡി കിട്ടും. പ്രസിഡൻഷ്യൽ സ്യൂട്ട്, റോയൽ സ്യൂട്ട്, അങ്ങനെ കപ്പാസിറ്റി ആണ് വരിക. അതിൽ ഏതാണ്ട് ഒരു 15,000-ൻ്റെ അടുത്ത് 17,000 എണ്ണം, 16,800 അത്ര വരും. അതിൽ നമുക്ക് ട്രീറ്റ്മെന്റ്, ഫുഡ് കാര്യങ്ങളൊക്കെ വരും. എത്ര ദിവസം വിട്ടു? ഒറ്റ ദിവസം ഒരാൾക്ക്, ഒരാൾക്ക് ഒരു ദിവസം. 2 ആളാകുമ്പോൾ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കൂടും, ഇവിടെ ഇല്ലെങ്കിൽ റൂമിന്റെ പൈസ മാത്രം.
ഇതവിടുത്തെ മീറ്റിംഗ് ഹാളാണ് കേട്ടോ. IV മെത്തേഡാണ് വരിക. അതിൽ ഓസോൺ തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ റൂട്ട് കോസ് കണ്ടെത്തിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത്. നമ്മൾ സ്പെഷ്യൽ കേസുകളാണ് ഇവിടെ വരുന്നത്. പിന്നെ ക്യാൻസർ, സ്ട്രോക്ക് അങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 5 റൂം ഡോക്ടേഴ്സിൻ്റെ റൂമുകളാണ്. അതിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള ഡോക്ടേഴ്സ് അതല്ല, ആയുർവേദം, മോഡേൺ മെഡിസിൻസ് വരുന്നുണ്ട്. ആയുർവേദം ഉണ്ട്, യുനാനി ഉണ്ട്, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി, എല്ലാ കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ എന്താണോ ആളുകൾക്ക് ആവശ്യമുള്ളത് അത് ആദ്യം കൺസൾട്ട് ചെയ്തതിന് ശേഷം ഉള്ള പാക്കേജസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ വലിയ വലിയ മെത്തേഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കൺസേൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉള്ളത് നമ്മൾ ചെയ്യാം. ഇനി അതെല്ലാം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നോക്കിയിട്ട് പാക്കേജ് ചെയ്യും. അത് എത്ര ദിവസം നിൽക്കണം എന്നുള്ളതും ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ഒരു മാസം എടുക്കേണ്ടി വരും. ആയുർവേദം യുനാനി ആകുമ്പോൾ ഇത്തിരി ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നോക്കിയിട്ടുള്ള പാക്കേജ് ആയിട്ട്. പിന്നെ റേറ്റ് മാറുന്ന കേസെന്ന് പറഞ്ഞാൽ നിങ്ങളെടുക്കുന്ന റൂമിനനുസരിച്ചാണ്. ട്രീറ്റ്മെൻറ്റും ഫുഡിനൊന്നും ഒരു മാറ്റവും ഒരു ക്വാളിറ്റിയിലും ഇല്ല, ക്വാണ്ടിറ്റിയിലും ഒന്നും മാറ്റം. പക്ഷേ റൂം നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ച് റേറ്റ് അങ്ങോട്ട് കൊണ്ട് മാറും. ഇപ്പോൾ ക്ലാസിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു 16,000, അത് ഡിഗ്രിക്സിലേക്ക് വരുമ്പോൾ 23, പിന്നെ കൂടുതലേക്ക് വരുമ്പോൾ 40 സംതിങ് വരുന്നുണ്ട്. വൺ ഡേ വരുന്നു. അപ്പോൾ ഓരോ റൂമിൻ്റെ കാറ്റഗറി ഫെസിലിറ്റീസ് കൂടുമ്പോൾ അതിന് റേറ്റ് കൂടും. അല്ലാതെ ഫുഡിനും ട്രീറ്റ്മെൻറ്റിനൊന്നും ഒരു മാറ്റമില്ല. അത് ആരായാലും തന്നെ റിയലിലേക്ക് കൺവേർട്ട് ചെയ്യും. അല്ലാതെ അവർക്ക് 16,800 എത്ര റിയാലാണോ അതാണ് അവർ റിയലിൽ പറയുന്നത്. പിന്നെ അവരൊരു കഫേ പക്ഷേ ജ്യൂസ്, കോഫി അങ്ങനത്തെ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ഇത് ഊത് കശ്മീരി അങ്ങനെയുള്ള കാര്യങ്ങൾ. ഊതൊക്കെ ഒറിജിനൽ ഊതുകളുണ്ട്, കശ്മീരി ഊതുകളുണ്ട്. പിന്നെ ജീൻസ്, ഷോള്, ബാഗ് പിന്നെ ഫാർമസി. ഇവിടെ ഫാർമസി ആയാലും മുകളിൽ നമ്മൾ കണ്ടതൊക്കെ ഒറിജിനൽ. പ്ലാസ്റ്റിക് അല്ല, ഒറിജിനലാണ്. പിന്നെ അവിടെ വെച്ച ഫ്ലവർ ഉണ്ട്, അത് നമ്മൾ ഡെയിലി മാറ്റും. ഒറിജിനൽ ഫ്ലവർ ഏത് കാണിച്ചു തരും. തൊട്ടോക്ക്. ഡെയിലി മീൻസ് ഇപ്പോൾ വൈറ്റ് ഫീഡ് എങ്ങനെയാണ് മാറ്റും. വൈറ്റ് ബ്ലഡ് ഏതായാലും കേട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് മാറ്റാനായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം മാറ്റും. എന്ന് പറയുമ്പോൾ ആയുഷ് എന്നുള്ള ഈ 5 അക്ഷരങ്ങളാണ്. ആ ആയുഷ് എന്ന് പറഞ്ഞാൽ ഏത് നല്ല ആയുർവേദം, യോഗ, യുനാനി, ഹോമിയോ, സിദ്ധ, ഇതാണ് ആയുഷ്. അപ്പോൾ അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും വരും. പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ഫങ്ഷണൽ മെഡിസിൻ, അക്യുപഞ്ചർ, പിന്നെ ചൈനീസ് രീതിയാണ് അത്. പിന്നെ അതുപോലെ ഹിജാമ, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ തെറാപ്പി എന്നാണ് പറയുന്നത്. നമ്മുടെ വേസ്റ്റ് രക്തം എടുത്തിട്ട് ഉള്ള ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന പരിപാടിയാണ് ഹിജാമ കപ്പിംഗ് എന്ന് പറയുന്നത്. ഹിജാമ കപ്പിംഗ് എല്ലാം ഉണ്ട്. ഹിജാമ പറഞ്ഞാൽ രക്തം എടുക്കുന്നത് രണ്ട് മെത്തേഡാണ്. അക്യുപഞ്ചറിന് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. മുട്ടുവേദന, ഊരവേദന ഒക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ കിട്ടുന്നത് ഹിജാമയും നല്ലതാണ്. അക്യുപഞ്ചർ തന്നെ രണ്ട് രീതിയാണ്. ഒന്ന് കപ്പിംഗ് ആണ്, ഒന്ന് നമ്മുടെ
ലീവറാണ്, അതായത് ഇപ്പോൾ നീഡിൽ വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് രക്തം എടുക്കുന്നത്. അത് നമുക്ക് സൂചി ഇട്ടിട്ട് അതിലേക്ക് ഒരു പ്രഷർ കയറ്റിയിട്ട് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ എത്ര മിനിറ്റ് ഉണ്ട് ആ ടൈമാണ് അത് ഓട്ടോമാറ്റിക് ശരീരം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബോഡിയിൽ ആവശ്യമില്ലാത്ത ബ്ലഡ് മാത്രമേ എടുക്കുള്ളൂ. ഇപ്പോൾ ചില കേസിൽ വെരിക്കോസിൻ്റെ കേസുണ്ട്, അത് ഇജാമക്കും നല്ല റോളുണ്ട്, അക്യുപഞ്ചറിന് റോളുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കാലിൻ്റെ ഭാഗത്തൊക്കെ ഇത് കറുത്തതായിട്ട് കാണുന്ന ഈ ഞരമ്പ് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് ബ്ലഡാണ്. ബ്ലഡ് ഫ്ലോ അവിടെ നിന്നിട്ട് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. ആ ബ്ലഡിനാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ആ ബ്ലഡ് പുറത്തേക്ക് പോകാൻ വേണ്ടി ശരീരം തോന്നിക്കുന്നതാണ് മാറ്റാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചൊറിഞ്ഞാൽ പൊട്ടുന്നത്. അപ്പോൾ നമുക്ക് ബോഡിയിൽ ആവശ്യമില്ലാത്ത ബ്ലഡ് ആയതുകൊണ്ട് അത് ശരീരം നമുക്ക് മാന്താനുള്ളൊരു ടെൻഡൻസി വരും. അങ്ങനെ മാന്തിയിട്ട് പുറത്തു. അങ്ങനെയാണ് ഈ ബ്ലഡ് പൊട്ടി വെരിക്കോസ് പൊട്ടുന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.